ഹലോ ഹായ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ ട്രിപ്പാണ്. ഇങ്ങോട്ടാണെന്നല്ലേ, നമ്മൾ മാട്ടൂൽ പെറ്റ് സ്റ്റേഷൻ കാണാൻ വേണ്ടി പോകാം കേട്ടോ. തളിപ്പറമ്പിൽ നിന്ന് വരുന്നവരാണെങ്കിൽ പഴയങ്ങാടി മാട്ടൂലാണ് കേട്ടോ വരുന്നത്. ലൊക്കേഷൻ കണ്ണൂരിൽ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ പാപ്പൻശ്ശേരി ഇർണാവ് മടക്കര മാട്ടൂൽ ആ റൂട്ടാട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട്. കുറേ ആയി വിചാരിക്കുന്നു ഇവിടെ ഒന്നും പിള്ളേരെയും കൂട്ടി വരണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറത്തെ ഒരു ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലേക്ക് പോകാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഇങ്ങനെ കൂടി വരികയാണ് ഗൈസ്. ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകുന്ന ആ ഒരു ഇതന്നെ നല്ല ഗുഹയിലേക്ക് പോകുന്ന ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. ഒരാൾക്ക് 150 രൂപ വരുന്നത്. 6 വയസ്സിന് മുതിർന്ന കുട്ടികൾക്കും അവിടെ ടിക്കറ്റ് വേണം കേട്ടോ. ഈ ടിക്കറ്റിൽ കാണുന്ന ഏതെങ്കിലും ഒന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അവിടെ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുള്ളത് എന്താണെന്നറിയോ, അവർ തരുന്ന ഒരു ഫുഡ് അല്ലാതെ വേറെ ഒന്നും നമ്മൾ ഫിഷിനെ ഫീഡ് ചെയ്യാൻ പാടില്ല എന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് അവധി ദിവസങ്ങളിലെല്ലാം മസ്റ്റായിട്ടും വരേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. പല പല തരത്തിലുള്ള ഫിഷും പക്ഷി മൃഗം എല്ലാമായി നല്ല അടിപൊളിയാട്ടോ ഇവിടെ. അതുപോലെ മക്കളെ, എനിക്കിവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് എന്താണെന്നറിയോ, ഓരോ ബേഡ്സിനും വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഇവിടെ വളരെ നല്ല രീതിയിലാണ് അവർ ഒരുക്കി സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നതാണ് കേട്ടോ. ഒരുപാട് തരം നമ്മളൊന്നും കാണാത്ത ഒരുപാട് തരം ബേഡ്സാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ നെയിം എന്താണ്, അത് ഇത് രാജ്യത്തിൻ്റെയാണ് എന്നൊക്കെയുള്ളത് അവർ സൈഡിൽ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഇവിടെ ആൾക്കാർ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് വെറും ബേഡ്സ് മാത്രമൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ, വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. പിന്നെയാണ് എന്താ പറയുക, പിള്ളേരെയും കൂട്ടിയിട്ട് ഒരു ഡേ ഇങ്ങനെ ഇറങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് പോയതാട്ടോ. വന്നിട്ടില്ലെങ്കിൽ വമ്പ നഷ്ടമുള്ളൊരു സ്പോട്ട് തന്നെയാട്ടോ ഇത്. കുള്ളൻ പശു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല ക്യൂട്ടാണ് അതിനെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ മറിയോ സിൻസുവിന് ക്ലാസ് എടുത്ത് കൊടുക്കുക. എന്തിനാ പേടിക്കുന്നത്, തൊട്ടോ പേടിക്കണ്ട, കടിക്കൂല, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വലിയ ആളാവായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നല്ല രസമുണ്ട് അതിനൊക്കെ ഇങ്ങനെ തൊടാൻ വേണ്ടിയിട്ട്. പിന്നെ വരയാടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അടുത്തതാണ് മക്കളെ, എവിടെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ സെലക്ട് ചെയ്തത് പാമ്പിനെ ആയിരുന്നു. പാമ്പിനെ എനിക്ക് ഏറ്റവും പേടിയിലൊരു സംഭവം കേട്ടോ. അതിനെ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴുത്തിലിട്ട സമയത്ത് എന്താ പറയുക, ഒരു ഉളുത്ത് കയറാന്നൊക്കെ പറയില്ലേ, പക്ഷെ അത് ചെയ്തത് നന്നായി. അതൊരു ഗുഡ് എക്സ്പീരിയൻസ് ആണ്. ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ എനിക്ക് ആ പേടിയൊന്നുമില്ല. അപ്പോൾ ഇതാ നല്ല നീറ്റാട്ടോ അവിടെ. ആ ഒരു അന്തരീക്ഷം തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ നിന്ന്. പിന്നെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ട് ഏതാണെന്ന് അറിയാം, ഈ ഒരു സ്പോട്ടാട്ടോ. നമ്മൾ ഫുഡ് എന്താ പറയുക കൊടുക്കുന്ന സമയത്ത് നമ്മൾ കയ്യിൽ വന്നിട്ട് ഇങ്ങനെ ഇക്കിളിയാക്കൂലേ, അത് എന്താ പറയുക, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ട് തന്നെയാട്ടോ അത്. ഇതിൻ്റെ ഉള്ളോട്ട് തന്നെ ഒരുപാട് എന്തൊക്കെയോ കാണാനുണ്ട്. എന്തൊക്കെയോ മീൻസ് കുറേ പൂച്ചകൾ, അതുപോലെ പാമ്പ്, ഫിഷ്, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഉള്ളിലേ നടക്കുന്ന ആ ഒരു ഗുഹേനുള്ളിലേ പോകുന്നത് കൊണ്ട് നല്ലൊരു ചെറിയ തണുപ്പൊക്കെ ആട്ടോ ഇതിൻ്റെ ഉള്ളിൽ. പക്ഷികൾക്കായാലും പാമ്പുകൾക്കായാലും അവർ ഒരുക്കിയ ഹോം വളരെ നൈസാട്ടോ. ബേഡ്സിനായിട്ടുള്ള സ്മോൾ വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിൽ നടക്കാനായാലും എന്തായാലും നല്ല പൊളിയാട്ടോ. അപ്പോൾ ഇവിടെ വരാത്തവർ മസ്റ്റായിട്ട് ഇവിടെ എന്തായാലും വരണം. പെറ്റ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് പെറ്റ് മാത്രമേ ഉള്ളൂ എന്നൊന്നും കരുതരുത്, എല്ലാം ഉണ്ട് കാണാനും ഇതിലേക്കൂടി എന്താ പറയുക എൻജോയ് ചെയ്ത് നടക്കാനൊക്കെ. അതുപോലെ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് എൻട്രി ചെയ്യുന്നത് എവിടെയാണെന്നറിയോ, എല്ലാ പാരൻസിൻ്റെയും കിളി പോകുന്ന ഒരു സ്പോട്ടിലേക്ക് തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ പിന്നെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നൈസായിട്ട് രണ്ടിനെയും കൊണ്ട് പുറത്തെത്തി കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബീച്ചിലും പോവാം, അതുപോലെ ഈ ഒരു പെറ്റ് സ്റ്റേഷനിലും വരാം കേട്ടോ. പിന്നെ ഇവിടെ നിന്നത്തെ കടി നിങ്ങൾ എന്തായാലും ഒരു ടേസ്റ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇവർ ഒത്തൊരുമയോട് കൂടിയിട്ട് ഇവിടെ നടത്തുന്ന ഒരു ഷോപ്പാണിത്. അതുമാത്രമല്ല, ഇവർ സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് മറ്റേ ചിക്കൻ കബാബ് ആയിരുന്നു. 40 റുപ്പീസ് ആയിരുന്നു കേട്ടോ അതിനുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയും. ഇഷ്ടപ്പെടാലും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.